ഇന്നു മുതൽ ഓഗസ്റ്റ് 22-25 വരെ ഭൂമിയിൽ കഴിഞ്ഞ വർഷമൊന്നുമില്ലാത്ത ഭയങ്കരമായിട്ടുള്ള തണുപ്പായിരിക്കും. ആ സമയത്ത് നമുക്ക് പനിയും ജലദോഷവും ശരീരവേദനയും എല്ലാം ഉണ്ടാവാം. നിങ്ങൾ വിറ്റാമിൻ ടാബ്ലറ്റ്സുകളും മെഡിസിനും എല്ലാം എടുക്കേണ്ടി വരും എന്നെല്ലാം പറഞ്ഞൊരു പോസ്റ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ സൂര്യനുള്ളത് 9 കോടി കിലോമീറ്റർ ആണ്. എന്നാൽ ഈ ദിവസങ്ങളിൽ സൂര്യൻ 15 കോടി 20 ലക്ഷം കിലോമീറ്റർ ദൂരത്തേക്ക് പോകും. അതായത് 66% ദൂരേക്ക് പോകും. അത് കാരണം തന്നെ ഭൂമിയിൽ ഭയങ്കരമായിട്ടുള്ള തണുപ്പായിരിക്കും എന്നെല്ലാമാണ് ഇതിൽ പറയുന്നത്. എന്താണ് യാഥാർത്ഥ്യം? ആദ്യമേ പറയട്ടെ, ഇതിൽ പറയുന്ന കണക്കുകളെല്ലാം തെറ്റാണ്. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം 9 കോടി കിലോമീറ്റർ അല്ല, ഏകദേശം 9 കോടി മൈലാണ്. അതായത് ഏകദേശം 15 കോടി കിലോമീറ്റർ ദൂരെയാണ്. ഇനി സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം വ്യത്യാസം വരുന്നുണ്ടോ? അത് ചെറുതായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. ഭൂമി സൂര്യനെ ഓരോ പ്രാവശ്യം ചുറ്റുന്ന സമയത്ത് ചെറുതായിട്ട് അടുത്തേക്ക് പോകുന്നുണ്ട്, ചെറുതായിട്ട് ദൂരേക്ക് പോകുന്നുണ്ട്. അതായത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ് ഒരു ആവറേജ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം. ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയത്ത് 15 കോടി കിലോമീറ്ററിൽ നിന്ന് 3 മാസം കൊണ്ട് ഏകദേശം 1/4 കിലോമീറ്റർ കൂടി സൂര്യൻ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ 1/4 കിലോമീറ്റർ ദൂരേക്ക് വരും. അതായത് 15 കോടി കിലോമീറ്റർ തന്നെ ദൂരേക്ക് വരും. പിന്നീട് 3 മാസം കൊണ്ട് 1/4 കോടി കിലോമീറ്റർ ദൂരത്തേക്ക് പോകും. അതായത് 25 ലക്ഷം കിലോമീറ്റർ. അതായത് 6 മാസം കൊണ്ട് 15 കോടി കിലോമീറ്ററിൽ നിന്ന് ഏകദേശം 1/2 കോടി കിലോമീറ്റർ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ആ വ്യത്യാസം കാരണം ഭൂമിക്ക് മൊത്തം ഉണ്ടാവുന്ന താപനില എന്ന് പറയുന്നത് ഏകദേശം 2.2 അല്ലെങ്കിൽ 2.3 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഭൂമിക്ക് ആകെ താപനില വ്യത്യാസം വരുന്നത്. ഇനി രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമി സൂര്യനെ അടുത്തേക്ക് ഏറ്റവും അടുത്തേക്ക് പോകുന്നത് ജനുവരി 2-3 തീയതികളിലാണ്. ആ സമയത്താണ് നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ, അതായത് ഇന്ത്യ ഗൾഫ് എല്ലാം ഉൾപ്പെടുന്ന ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്നത് സൂര്യൻ ഏറ്റവും അടുത്തുള്ള സമയത്ത്. സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും ദൂരെയുള്ളത് ജൂലൈ 2-3 തീയതികളിലാണ്. ആ സമയത്താണ് ഈ ഉത്തരാർദ്ധഗോളത്തിൽ, ഇന്ത്യ ഗൾഫ് എല്ലാം ഉള്ള ഈ ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്നത്. അതായത് ഭൂമി സൂര്യന് ഏറ്റവും അടുത്ത് പോകുന്ന സമയത്താണ് ഏറ്റവും തണുപ്പ് കൂടുതൽ, സൂര്യനിൽ നിന്ന് ഏറ്റവും ദൂരേക്ക് പോകുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും ചൂട് കൂടുതൽ. അത് ഉത്തരാർദ്ധഗോളത്തിലെ കാര്യമാണ് പറഞ്ഞത്. നമുക്കിവിടെ ഉത്തരാർദ്ധഗോളത്തിൽ ചൂട് കൂടുന്ന സമയത്ത് ഇവിടെ ദക്ഷിണാർദ്ധഗോളത്തിൽ, അതായത് ഓസ്ട്രേലിയ ന്യൂസിലൻഡിന്റെ ഭാഗത്തെല്ലാം അവിടെ തണുപ്പായിരിക്കും. അവിടെ ചൂടാവുന്ന സമയത്ത് ഇവിടെ തണുപ്പും, ഇവിടെ ചൂടാവുന്ന സമയത്ത് അവിടെ തണുപ്പുമായിരിക്കും. ഈ പറഞ്ഞു വരുന്നത് സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരമല്ല ഭൂമിയിൽ പ്രാദേശികമായിട്ട് ചൂട് കൂടാനുള്ള കാരണം. നമ്മൾ ഭൂമിയുടെ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്, അത് ഭൂമിയുടെ ചരിവ് എങ്ങനെയാണ്, സൂര്യൻ എവിടെയാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അതായത് സൂര്യരശ്മി കുത്തനെ വീഴുന്ന ഭാഗത്ത് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. തെക്കേതാ കിഴക്കേതാ, അതുപോലെ തന്നെ കിലോമീറ്റർ എന്താണ്, മൈൽ എന്താണ് എന്നറിയാത്ത ഏതോ കേശവമാമൻ ഉണ്ടാക്കിയിരിക്കുന്ന പോസ്റ്റാണിത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജിരാജ്.